യൂക്രൈനിൽ നടക്കുന്നത് മോദിയുടെ യുദ്ധമാണ്. ഇതാണ് പീറ്റർ നവാരോ, ട്രംപിൻ്റെ ശിങ്കിടി എന്ന് വേണമെങ്കിൽ പറയാം. അയാളുടെ ഇതാണ് ആർഗ്യുമെൻ്റാണ് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പം ഇത് അതായത് ഈ സ്ഥിരം അന്ന് സെലൻസ്കി പറഞ്ഞ അതേ വാദം തന്നെയാണ്. അതായത് നമ്മൾ അവരുടെ നമ്മൾ വാങ്ങിക്കുന്ന എണ്ണയിൽ അവരുടെ പൗരന്മാരുടെ കുട്ടികളുടെ രക്തക്കറയുണ്ട്. ഇതൊക്കെ ഞാൻ മുമ്പ് കേട്ടിട്ടുള്ള ഈ പാലസ്തീൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള സംഭവമാണ്. സൂഡിയോ എന്ന് വാങ്ങിക്കുന്ന ഓരോ തുണിയിലും പാലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ രക്തക്കറയുണ്ടെന്നൊക്കെ ഇവിടെ കമ്മികളും സുഡാപ്പികളും പറഞ്ഞു കിടന്ന പോലെ. എന്തായാലും അതൊന്നും ഇപ്പം മോദി തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മോദി പറഞ്ഞില്ല, അത്തരത്തിൽ ഫേസ്ബുക്കിൽ ട്രോളുകളുമായിട്ട് വന്നു. അതായത് നമ്മൾ ഡീസൽ യുക്രൈനിനും കൊടുക്കുന്നുണ്ട്, അപ്പം നമ്മളെ ഡീസൽ വാങ്ങിച്ച് റഷ്യ അടിക്കുകയാണ് യുക്രൈൻ എന്നും പറഞ്ഞുകൂടെ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സെലൻസ്കി ഇപ്പോൾ മോദിയെ വിടാതെ പിടിച്ചിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഇടപെട്ടാൽ പറ്റൂ, നിങ്ങൾ പുടിനോട് പറയണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ സെലൻസ്കിയുടെ ഈ പെട്ടെന്നുള്ള ഒരു മോദി പ്രേമം വരുന്നത് എന്തുകൊണ്ടാണ്? കടമ്പില്ലാത്തടത്ത് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളതാണ്. കാരണം അയാൾ നിങ്ങൾ ഈ സെലൻസ്കി എന്തുകൊണ്ട് മോദിയെ വിളിച്ചു, പുടിനുമായിട്ടുള്ള അല്ലെങ്കിൽ പുടിൻ്റെ അടുത്തുനിന്ന് സംസാരിക്കണം എന്ന് പറയുമ്പം ഇപ്പം ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മാധ്യമങ്ങളും ലോകത്തിനകത്ത് ഈ മൂന്ന് നേതാക്കന്മാരും കൂടി അല്ലെങ്കിൽ ഒന്നിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ ഒന്നിച്ചതിന് ശേഷം എന്ത് പറയും എന്നുള്ളതിനെ പറ്റിയുള്ള വാർത്തയാണ്. അപ്പം ആ സമയത്ത് ചർച്ച വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് താരിഫിൻ്റെ വിഷയത്തിനകത്ത് കാരണമാകുന്നത് അമേരിക്ക ഇപ്പോൾ പറയുന്ന റഷ്യ യുക്രൈൻ യുദ്ധം. ഈ യുദ്ധം നിർത്തണം, അല്ലെങ്കിൽ ഈ യുദ്ധം നിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഈ യുദ്ധം നിർത്താൻ ഇപ്പോൾ ശ്രമം നടത്തുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കും യൂറോപ്പിനും നാറ്റോയ്ക്കും റഷ്യയെ കച്ചവടം ചെയ്യണമായിരുന്നു, കച്ചവടം ചെയ്തു, തീരുമാനമായി. ഈ റെയർ എർത്ത് മിനറൽസ് എല്ലാം ഈ പറഞ്ഞ യുദ്ധത്തിനെന്ന് പറയുന്നത് പോലെ, അവനെ സംരക്ഷിക്കാനെന്ന് പറയുന്ന പോലെ ജലവാക്കി അവൻ്റെ കയ്യിൽ നിന്ന് എഴുതി മേടിച്ചു. ഇനി ഇപ്പം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് താല്പര്യമില്ല, അവനവൻ്റെ വഴിക്ക് പോട്ടെ, അവൻ നശിച്ചു പോകുന്നേ പോട്ടെ. മാത്രമല്ല, യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ റഷ്യ നാറ്റോ യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കും. റഷ്യനെ നോക്കിയിരിക്കുക, അതിനിപ്പം ഉള്ളൊരു സാധ്യത, ഒരു കയറാനിരിക്കുന്ന കുരങ്ങനെ ഒരു ഏണി എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ഏത് നോക്കിയിരിക്കുക. അപ്പോൾ വീണ്ടും നഷ്ടമാവും. ഈ യുദ്ധം നടന്നാലും ആര് ചെലവാക്കണം പണം? കണ്ടമാനം ചെലവാക്കിയ നാറ്റോയും യൂറോപ്പും ചെലവാക്കണം. യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ യുക്രൈൻ അവൻ്റെ ഈ പറഞ്ഞതുപോലെ പാമ്പിന്റെ വായിലിരിക്കുന്ന മാക്രിയുടെ സ്വഭാവമാണെങ്കിലും വീണ്ടും ഇര പിടിക്കുമല്ലോ. മാക്രി ആണ് ഈച്ച പറന്ന് പോകുമ്പോൾ വെട്ടും, അവനറിയത്തില്ല എന്ന് പറഞ്ഞാൽ യുക്രൈൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അപ്പം റഷ്യ ഇവനെ തീർക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് യുക്രൈൻ യുദ്ധം ചെയ്താൽ ഈ യുക്രൈനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്നതും, അല്ലെങ്കിൽ ഈ ഞാൻ അനുഭവിക്കുന്നു, റഷ്യ വിചാരിക്കുക എന്നെ അവന്മാർ പണിഞ്ഞതാണല്ലോ, എന്നെ അവന്മാർ ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ട് തകർന്നതാണല്ലോ, ഞാൻ മുന്നോട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി ചെയ്ത പണിയാണല്ലോ. എന്നാൽ എന്തുവായാലും എനിക്കിട്ട് പണിയാണ്, എനിക്കിട്ട് ബാന, അല്ലെങ്കിൽ എനിക്ക് എന്തുവായാലും ഈ ഉമാർ ഈ മേൽക്കോയ്മയിൽ നിന്നാൽ ലോകക്രമത്തിൽ മുന്നോട്ട് പോകാനൊക്കത്തിൽ ഞാനൊരു പണിയെ കൊടുക്കുക. റഷ്യ തീരുമാനിച്ചിട്ടുണ്ട്. റഷ്യ ഏതെങ്കിലും ഒരു മിസൈൽ വലിച്ചിട്ട് ഒന്നാമത്തെ കാര്യം ബ്രിട്ടൻ്റെ പുറത്ത് ആദ്യം ഇടും. നേരത്തെ ഒരു കപ്പലും മറ്റേതൊക്കെ അറിയാമല്ലോ, ലീവ് പോലെ ഒരു കപ്പലും ഒക്കെ ആയിട്ട് വന്നിട്ട് ആ കപ്പലിൽ നിന്ന് തന്നെ യുദ്ധം ചെയ്യാം. അങ്ങനെ എല്ലാം യൂറോപ്യൻ രാജ്യങ്ങളെ മൊത്തം തീർക്കാൻ ആ കപ്പലിൽ നിന്ന് യുദ്ധം, ആ കപ്പലും ഒക്കെ ഇവിടെ അവർ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് ഈ ഞാൻ പറഞ്ഞു ഒലാസ്കയിൽ നടത്തുന്നത്, അതുകൊണ്ടാണ് ഇയാൾ വിളിച്ചത്. ഒലാസ്കയിൽ നടന്ന ചർച്ചയ്ക്കകത്തൊന്നും ഒന്നുമില്ല. ചർച്ച കഴിഞ്ഞിട്ട് എന്തോ പുടിൻ പറഞ്ഞു, പുടിന് പ്രോട്ടോകോൾ അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഇല്ലയോ ആദ്യം സംസാരിക്കുന്നത്. ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ച്, പുടിനാ സംസാരിച്ച്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പുടിനാ സംസാരിച്ച്. എന്താണ് ഈ പറഞ്ഞതുപോലെ ഇതിന് ശേഷം ട്രംപ് പറഞ്ഞത്? പുടിൻ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. എന്താ പറഞ്ഞു? കിവി വേണം, ഇനിയും പിടിക്കാനുള്ള വേണം, ഇതുവരെ പിടിച്ചത് വേണം, അവിടെ പട്ടാളക്കാരെ നിർത്തും, ഞാൻ ഉദ്ദേശിക്കുന്ന. അതല്ലേ അയാൾ ഉദ്ദേശിച്ചത്, അതിനുവേണ്ടി അല്ലേ അയാൾ യുദ്ധം ചെയ്തത്. ഇയാൾ പിന്നെന്തോ കോംപ്രമൈസ് ചർച്ച? ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്തുവാ? നാറ്റോയ്ക്കകത്ത് ഈ പറയുന്ന സെലൻസ്കി അല്ലെങ്കിൽ യുക്രൈൻ പോകും, നാറ്റോയ്ക്കകത്ത് പോകാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. സഹായം യൂറോപ്യൻ രാജ്യത്തിൻ്റെ സഹായം ഒക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തിനായിരുന്നു യുദ്ധം? മനസ്സിലായത്? അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഇയാൾ കഴിഞ്ഞിട്ട്, ഈ ചർച്ച കഴിഞ്ഞിട്ട് ഇയാൾ ആരെ വിളിച്ചു? യൂറോപ്യൻ്റെ രാഷ്ട്രത്തലവന്മാരെ, നാറ്റോയുടെ നേതാവിനെയൊക്കെ വിളിച്ചു. അതിൻ്റെ കൂടി പാവം പിടിച്ച് സെലൻസ്കി അവിടെ ചെന്ന് പറഞ്ഞു, കൊള്ളാമല്ലോ, നാളത്തെ കൂട്ടല്ലല്ലോ, കണ്ടപ്പം വൃത്തിയായിട്ടൊക്കെ ഇരിക്കുന്നില്ല, കോട്ടും ഒക്കെ കണ്ട കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. കോട്ടൊക്കെ ഇട്ട് ചെരുപ്പും കൊള്ളാമെന്ന് അതൊക്കെ ഇട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇത് കഴിച്ചിട്ട് പറഞ്ഞ് ഇതുപോലെ നമുക്കിതങ്ങ് നിർത്തണം. എന്തായാലും എന്താ വേണം? അതെ മൊത്തം കൊടുത്തേരെ. അവനീ നമ്മൾ വിചാരിക്കുന്ന കക്ഷിയല്ല കേട്ടോ. ആരാ? ഈ പുടിനെ നമ്മൾ പറയുന്നിടത്ത് നിൽക്കുന്നവരല്ല, അവൻ ഭയങ്കരമായിട്ട് വയലൻ്റാ.
അവനീ പറഞ്ഞ ഓപ്പല്ല അവിടെ വലിച്ച് നമ്മുടെ നെഞ്ചത്തിട്ടാലേ എനിക്ക് നിങ്ങൾക്കെല്ലാം ജോലിയാവും. അതുകൊണ്ട് എന്തുവാ ചോദിച്ചു വന്നപ്പം ഒരു ഗുണവും ഇല്ല, ഇതുവരെ അടിച്ചത് മാത്രം മിച്ചം, ഉള്ള കയ്യിലിരുന്നതും പോയി, ടിവിയും പോയി, കൂവിയും പോയി, മറ്റേ ഈ യുദ്ധം ചെയ്യായിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ഇവനെ വലിച്ച് നാറ്റോയ്ക്കകത്ത് കൊണ്ടുപോയി ഉള്ള രാജ്യവും പോയി, ഉള്ള ജനവും പോയി, ഉള്ള സമ്പത്ത് എത്ര നാളുകൊണ്ട് തിരിച്ച് പിടിയാനെടുക്കും. അന്നേരം നോക്കിയപ്പം അയാൾ നോക്കിയപ്പോൾ ഈ ലോകത്താകപ്പാടെ ഈ പുടിനെന്ന് പറയുന്ന ഒരു സ്വേച്ഛാധിപതി, അതായത് മാത്രമല്ല അദ്ദേഹം വലിയൊരു പിന്നെ കൂറുള്ള രാജ്യമാണ്. ഇവൻ്റെ കൂട്ടൊന്നും ഈ പറഞ്ഞത് അമേരിക്കയുടെ കൂട്ടേ നിൽക്കുന്നത് സ്വഭാവം മാറുന്നതല്ല. നമ്മളോടുള്ള കൂറിൻ്റെ കാര്യം എന്ന് പറയുക, അവരുടെ ഒരു ഈ പറഞ്ഞതുപോലെ ഛിന്ന ഭിന്നമായ സമയത്ത് നമ്മളൊരു കുറേ പേർക്ക് അഭയം കൊടുത്തു. പണ്ട് ഇസ്രായേലിന് കൊടുത്തില്ല. അത് ഈ ഭരണാധികാരി ആശ്രയിച്ചിരിക്കും. ഇപ്പം നമ്മൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായ ഇന്ത്യയുടെ അവസ്ഥ മാറുമെന്ന് പറയുന്ന പോലെ തമാശ പറയുക. അതുപോലെ പുടിൻ മാറി വേറെ ആരെങ്കിലും അവിടുത്തെ പപ്പു വല്ലതും വന്നാൽ അല്ല, അവിടുത്തെ പപ്പു അങ്ങനെ പപ്പുമാരില്ല അങ്ങോട്ട് ഇല്ലല്ലോ. അത്ര റഷ്യ പുടിന് വരുന്നതിന് മുമ്പേ റഷ്യയുടെ അപ്പം ജില്ല ഭിന്നമായപ്പോൾ നമ്മൾ സഹായിച്ചൊരു സഹായമുണ്ട്. ആ സഹായത്തിന്റെ ഒരു കൂറ് ആ രാജ്യത്തിന് ഇസ്രായേലിനുണ്ട്. അപ്പം അതുകൊണ്ട് ആ രീതിയിലേക്ക് അവർക്കറിയാം ലോകത്താര് പറഞ്ഞാൽ പുടിൻ കേൾക്കും. പക്ഷേ ഈ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ പുടിൻ കേൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അത് വെച്ചിട്ട് അയാൾ പറഞ്ഞു എങ്ങനെയും അയാൾക്ക് എങ്ങനെയും നിർത്തിയല്ലേ പോകും. നിർത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തോ യുദ്ധം നിർത്തുമ്പോൾ ഒരു കോംപ്രമൈസ് ടോക്കിൽ കൂടെ വരുവാന്ന് പറയാൻ ഏകപക്ഷീയമായിട്ടല്ലല്ലോ വരണ്ടേ. ആ രീതിയിലേക്ക് സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പുടിൻ ഈ പറയുന്ന ഈ യുദ്ധം നിർത്തുന്നതിന് നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാരണമാവുമെങ്കിൽ നമ്മൾ പറയത്തില്ലയോ അങ്ങനെയൊന്നും ഉണ്ടാകില്ല, ആത്മഹത്യ ചെയ്യുന്നതാ നല്ലത്. ആരായി ട്രംപൊക്കെ ആത്മഹത്യ ചെയ്യുന്നതാ നല്ലത്. ഇതിന് ശേഷം ഇയാളെ പറഞ്ഞതുപോലെ ഇതിന് ശേഷം ട്രംപ് നാട് നീങ്ങിന്നൊക്കെ കേൾക്കുന്നത്, നാട് ഇനിയിപ്പോൾ എന്തിനാ ജീവിക്കുന്നത്, വെള്ളത്തിൽ ചാടിച്ചാവോ. ഇതിന് ശേഷം ഒരു ലോകക്രമം രൂപപ്പെടാൻ പോവുക. ഈ SCO മീറ്റിന് ശേഷം പുടിനെ ഈ പറയുന്ന RICയുടെ 3 നേതാക്കന്മാർ, അതിനുശേഷം കൊരങ്ങനൊക്കെ വരുന്നുണ്ട്. ആരാ ഉത്തര കൊറിയൻ പ്രസിഡന്റ്. നാം തമാശയല്ല, അവന് ഭ്രാന്തല്ലയോ, സൈക്കോയാ. എന്നാലും ഇവ ഈ സൈക്കോ ഈ പുടി പറയുന്നിടത്തൊക്കെ കേൾക്കും. അവന് അവിടുന്ന് ഈ 1800, 1000, 20,000 എന്നൊക്കെ പറഞ്ഞ സാധനം വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ വെൻസില പിടിക്കാൻ വേണ്ടി പോകുന്നില്ലേ, വെൻസില പിടിക്കാൻ വേണ്ടി പോയപ്പം ഈ വെൻസില ബാനുള്ള രാജ്യമാണ്. എന്ന് വെച്ചാൽ ബാനെന്തോ അവൻ്റെ കയ്യിൽ എണ്ണയുണ്ട്, ഏറ്റവും കൂടുതൽ ലോകത്ത് എണ്ണയുള്ളവൻ. അവനെ ബാൻ ചെയ്ത് വെച്ചേക്കാം. അവർ കാരണം കണ്ടുപിടിച്ചുകൊണ്ട് ഇവന് എന്തെങ്കിലും കയറി അതിനകത്തു നിന്നുള്ള സാമാന്യ എണ്ണയും തട്ടിപ്പറിച്ച് എല്ലാം കൂടെ വെച്ച് ഇവന് മൊണോപ്പൊളി ഉള്ള എണ്ണ എടുത്തുകൊണ്ട് പോകാമല്ലോ. GCC രാജ്യങ്ങളെ എല്ലാം അങ്ങനെ വരട്ടിയാണല്ലോ വെച്ചേക്കുന്നത്. എല്ലാം ഇവന്റെ സാമന്ത രാജ്യങ്ങളാക്കി വെച്ചേക്കുന്നത്. എന്തോ അവന്മാർ പേടിച്ച് ഇവന്റെ കൂടെ കൂടും. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് എണ്ണക്കിണർ ഉണ്ടാക്കുന്ന ഇവന്റെ കമ്പനികൾ. എന്നിട്ട് അതിനകത്ത് അവർക്ക് നക്കാപ്പിച്ച വല്ലതും കൊടുക്കും. പണ്ട് ഈ പാമ്പ് പിടിച്ചവന്റെ തെങ്ങ് പാട്ടം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്, അറിയോ? ഉള്ള തേങ്ങ മൊത്തം വെട്ടിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞാലേ അതിന്റെ പരിപാടി. അപ്പൊ അതിന് നിന്ന് കൊടുക്കാത്ത ഒരു ചെറിയ രാജ്യമായത് വെൻസില. അപ്പൊ അവിടെ കയറി ഇപ്പൊ എളുപ്പം 14,000 ഭടന്മാരെ കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ പിടിക്കാൻ. എന്തോ കാര്യം എന്ന് പറഞ്ഞാൽ കൊള്ളവില്ലാത്തവനോ മയക്കുമരുന്ന് കച്ചവടക്കാരനോ ഇവിടെ മയക്കുമരുന്ന് കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ അവനെ പിടിക്കും. കാരണം അവിടെ എണ്ണയുടെ കച്ചവടമുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് ഈ മറ്റേ ഈ പറഞ്ഞ ഉത്തര കൊറിയൻ പ്രസിഡന്റ് എന്റെ പേരെന്താ, കിംജോങ് അവിടുന്ന് എണ്ണ കള്ളക്കടത്ത് നടത്തുന്നതാണ് പുള്ളി. അവന്മാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഇതുപോലെ രണ്ടാം നമ്പർ പണി എണ്ണക്കള്ളക്കടത്ത്. ഈ $, അമേരിക്കൻ ഡോളർ അടിച്ച് ലോകം മൊത്തം കൊടുക്കും. ഏതാ കള്ള നോട്ട് അടിക്കത്തില്ലേ, അത് കൊടുക്കും. അതുപോലെ ഈ വ്യാജ ഷിപ്പുണ്ട്, നമ്പർ പ്ലേറ്റും ഇല്ല, കൊടിയില്ല, വല്ലവൻ്റെ ഒക്കെ കൊടിയും വെച്ച് കിട്ടിക്കൊണ്ട് ഇതുപോലെ സാധനമൊക്കെ ലോകത്ത് മൊത്തം കൊണ്ട് കൊടുക്കും. ഇതെടുത്ത പണിയാണ്. അപ്പോൾ അവിടുന്ന് ഇവന്മാർ എണ്ണ മേടിക്കുന്നുണ്ട്. അതുപോലെ ഹൂത്തികൾ മേടിക്കുന്നുണ്ട്. ഒരു ഈ വെൻസിലെ കയറി അടിച്ചാൽ അയാൾ മാറത്തൊന്നുമില്ല. കാരണം ഈ സ്വേച്ഛാധിപത്യത്തിലുള്ള ഒരു സ്വഭാവം അറിയാമല്ലോ. ഒന്നുകിൽ ഞാനല്ലാതെ വേറെ എന്നെ കൊല്ലണം, കയറി അടിക്കും. ഈ ഉറപ്പായിട്ടും ഈ കിംജോങ് എണ്ണ എവിടുന്നാണ് മേടിക്കുന്നത്. ഇവരായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. അയാൾ ഹൂത്തികളുണ്ട്. ഹൂത്തികൾക്ക് ഇതുപോലെ വിഘടന ശക്തികൾക്കല്ലേ ആർക്കെങ്കിലും കൊടുത്ത് കാശ് മേടിക്കണ്ടേ, ഇവർ ലോകത്തും കൊടുക്കാൻ സമ്മതിക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ അവസരത്തിൽ ഈ പറയുന്നത് പോലെ ലോകക്രമത്തിനകത്ത് വ്യത്യാസം വരാൻ പോകുന്ന ഒരു അവസരത്തിൽ ഒരു സാധ്യത, ഒരു കാര്യം, അല്ലെങ്കിൽ ഇതിന് ശേഷമുള്ളൊരു പുതിയ ലോകക്രമം, അത് ഇന്ത്യ പറയുന്നതിന് പോലെ വരുന്ന ഒരു ലോകക്രമം, RIC ലോകക്രമം, എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന, കൂട്ടായ തീരുമാനമെടുക്കാൻ കഴിയുന്ന വ്യക്തി, ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ടാക്കാൻ കഴിയുന്ന ബഹുരാഷ്ട്ര സംവിധാനം. ഇപ്പം അമേരിക്ക പണിയുന്ന പോലെ എല്ലാവരും നിൽക്കണം, നാറ്റോ വേണം, യൂറോപ്പ്, എല്ലാവരും അവിടെ ചെന്നിട്ട് ഇയാളൊരു കസേര ഇരിക്കുന്നു, വട്ടം കൂടിയിരിക്കുന്നു, അതിന് കിട്ടാത്ത നമ്മളെ കൊണ്ടാണല്ലോ ഇപ്പം നമ്മളെ അടിപ്പിക്കുക. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നറിയാം. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച്, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും ഈ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 4.5-6 ട്രില്യൺ GDP ഉള്ള രാജ്യം ലോകം നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ഇപ്പോഴത്തെ പുതിയ ഇതനുസരിച്ച് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആകാൻ
സാധ്യതയുള്ള അതിവിദൂരമല്ലാത്ത പല സർവേകളും പല റിപ്പോർട്ടുകളും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് വിചാരിക്കുന്ന രാജ്യവും, അല്ലെങ്കിൽ റഷ്യ പറഞ്ഞാൽ കേൾക്കുന്ന രാജ്യവും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൂട്ടായ്മയുടെ നേതാവായിട്ടുള്ള രാജ്യവും ഒക്കെയാണ്. മുമ്പേ പറഞ്ഞതുപോലെ വേറെ കാര്യം കൂടെ. റഷ്യ എന്തോ പണം കൊടുക്കുന്ന ആരാന്ന് പറഞ്ഞാൽ ഇന്ത്യ പൈസ മേടിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പൈസ ക്രൂഡ് ഓയിൽ ഇറക്കുന്നുണ്ട്, കണ്ടുപിടിച്ചേക്കുന്നു. ഈ ക്രൂഡ് ഓയിൽ തന്നെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ 51% യൂറോപ്യൻ രാജ്യം മേടിക്കുന്നു. ഇത് തന്നെ ചൈന മേടിക്കുന്നു. ഇത് തന്നെ ഈ ഇവിടുന്ന് ഇറക്കുമതി ചെയ്യുന്ന ബാനുള്ളിടത്തു നിന്നാ ഇവൻ രാസവളം മേടിക്കുന്നത് അമേരിക്കക്കാരൻ. നമ്മൾ മേടിക്കുന്നതിനേ ഉള്ളൂ കുഴപ്പം. ഈ പണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കഥ പറഞ്ഞ പോലെ കാട്ടിലൊരു നിയമം ഉണ്ടാക്കി നിയമം തെറ്റിക്കുന്നവരെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പുലി പിടിക്കാൻ, കടുവ പിടിക്കാൻ നിയമം, അല്ലെങ്കിൽ എല്ലാവർക്കും ആരും ഉപദ്രവിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം ഒരു മാൻ്റെ കുഞ്ഞ് താഴെ നിന്ന് വെള്ളം കുടിക്കുന്നു, പുലി മേലിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. ഈ പുലിക്ക് മങ്കുഞ്ഞിനെ പിടിക്കണം. എന്നാൽ നീ എന്തിനാണ് എൻ്റെ വെള്ളം കലക്കി? താഴെ നിന്ന് വെള്ളം കലക്കുന്നവനെങ്ങനെ പുലി മേളിൽ നിന്ന് വെള്ളം കലക്കുന്നു, എൻ്റെ വെള്ളം കലക്കിയെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞുള്ള ന്യായമാണ് ഈ അമേരിക്കയുടെ. മനസ്സിലായില്ലേ? അപ്പം ആ ന്യായത്തിനൊന്നും ഇന്ന് കൊടുക്കുന്ന കാര്യമില്ല. അപ്പം അത്തരത്തിലേക്ക് ഈ പറയുന്ന രീതി ഇനി ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഈ ചോദിച്ചതുപോലെ. മാത്രമല്ല ഒരു കാര്യം കൂടെ ഉണ്ട്. യുക്രൈൻ എണ്ണ മേടിക്കുന്നത് 15% ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്നത് ആരുടെയാ? റഷ്യയുടെ എണ്ണയാണ്. ഒന്നും ഒരു കുഴപ്പമില്ല. അത് വാങ്ങിച്ച അതെ, അവർക്ക് മേടിച്ചു നോക്കും. യുക്രൈൻ അല്ല, അത് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന എണ്ണ വെച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഉത്തരവാദിയല്ലല്ലോ. അത് വേണേ മേടിച്ചാൽ പോരെ. ഇവിടെ നമ്മുടെ എണ്ണ നിർബന്ധമായിട്ട് ഇയാളല്ലേ ഇപ്പൊ നിർബന്ധം മേടിക്കും. ട്രംപ് ഞങ്ങളുടെ മേടിച്ചു നോക്കത്തുള്ളൂ, ഞങ്ങളുടെ അവിടെ നിന്ന് ഇത് വേറെ നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഇയാളുടെ നിർബന്ധത്തിന് വഴങ്ങുന്ന ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മളുടെ താരിഫും നമ്മുടെ വ്യാപാര കരാറും ഒക്കെ നമ്മൾ നമ്മുടെ രീതിയിൽ കൊണ്ടുവന്നത്. അപ്പോൾ അതാണല്ലോ ഇപ്പോൾ ഈ ചുരുക്കത്തിൽ നമ്മളോടുള്ള പ്രശ്നത്തിന് കാരണം. എന്ത് പ്രശ്നത്തിന് കാര്യമായാലും നമ്മളുടെ രാജ്യത്തിൻ്റെ സ്വയം പര്യാപ്തത, നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് കൊടുക്കുന്ന രീതിയില്ല, അത്തരത്തിലേക്ക് ഒരു നിന്നു കൊടുക്കുന്ന രീതിയുമില്ല. അത്തരത്തിലേക്കുള്ള ഒരു ലോകക്രമം ഉണ്ടാക്കിയെടുത്തിരിക്കും. അത് RICയുടെ കാര്യത്തിലായാലും ബ്രിക്സിൻ്റെ കാര്യത്തിലായാലും തീരുമാനം ഉണ്ടാക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി തീരുമാനിച്ചു. അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടായി തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെടുത്ത് നാറ്റോ എടുത്ത് പറഞ്ഞു 50% തീരുവ നിങ്ങൾ കൊടുക്കണം. അതൊന്നും നടക്കുന്ന കാര്യമില്ല, അവർ ചെയ്യത്തുമില്ല. അതിനകത്തും പൊളിയാൻ പോവുകയാണ്. ഈ പറയുന്ന അതിനകത്തൊന്നും ബ്രിക്സിനകത്തും മറ്റു കാര്യങ്ങൾക്ക് നമ്മുടെ തിട്ടൂരം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ലോകക്രമത്തിലേക്ക് ആൾക്കാർ വരും. അമേരിക്ക ഇതോടുകൂടി പൊളിയും, അതിന് സംശയമൊന്നുമില്ല. അത് അതിവിദൂരമല്ല. നമ്മൾ ഈ പറയുന്ന കാര്യം ശരിയാണെന്ന് അമേരിക്കയുടെ ആനുകൂല്യം അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തെങ്കിലും പറ്റിയാൽ ഒരു സുഖമൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു ബോധ്യമാവും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്.